ഹലോ, ജിൻജസ് ഓഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കഴിഞ്ഞ ദിവസത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്ന തന്നെ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കുന്ന സുധാകരനെയും കമലയാണല്ലോ. തുടർന്ന് അവിടേക്ക് വേദയുടെ അച്ഛമ്മ സാവിത്രി വരുന്നുണ്ട്. പിന്നീട് അവർക്ക് രണ്ടുപേർക്കും കൂടി അവർ ദമ്പതി പൂജ കഴിപ്പിക്കുകയാണ് കേട്ടോ. എന്നാൽ അത് സുധാകരന് തീരെ ഇഷ്ടമായിട്ടില്ല. തനിക്കൊന്ന് പ്രസിഡന്റിനെ കാണണമെന്ന് പറഞ്ഞ് സുധാകരൻ കമലയെ അവിടെ നിർത്തി പോവാണ്. സാവിത്രി ചോദിക്കുന്നുണ്ട് കമലയോട്, താൻ വന്നതും വഴിപാട് കഴിപ്പിച്ചതൊന്നും സുധാകരന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന്. എന്നാൽ ഇത് കേട്ട കമല പറയാണ്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം എന്നെ നിങ്ങളുടെ കൂടെ ഇവിടെ നിർത്തി പോകില്ലായിരുന്നു എന്ന്. ഇതെല്ലാം കേട്ട് സാവിത്രി പറയുന്നുണ്ട്, ഈ അടുത്ത് തന്നെ വിക്രമും വേദയും ഒന്നിക്കുമെന്നും അതോടൊപ്പം നമ്മുടെ രണ്ടുപേരുടെയും കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമെന്നും. പിന്നീട് കാണിക്കുന്നത് ബേക്കറിയിൽ പോയി കേക്ക് വാങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന വേദയും ശ്രീജയുമാണ്. കേക്ക് വാങ്ങിയാൽ അത് അച്ഛന് ഒട്ടും ഇഷ്ടമാവില്ല എന്ന് ശ്രീജ പറയുന്നുണ്ട്. എന്നാൽ വേദ പറയാണ് ഇത് കേട്ടിട്ട്, ശ്രീജേടത്തി വാങ്ങിയതാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല എന്ന്. അങ്ങനെ തനിക്ക് ഒരു കോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് വേദ ബേക്കറിയുടെ പുറത്തിറങ്ങാണ്. വേദ വിളിക്കുന്നത് വിശ്വനെയാണ്. എന്നാൽ ഫോൺ അടിക്കുന്നത് ഒന്നും വിശ്വൻ അറിയുന്നില്ല. നല്ല ഉറക്കമായിരുന്നു. ഫോൺ എടുത്ത വിശ്വനോട് വേദ പറയുന്നുണ്ട്, താൻ കുറച്ച് ക്യാഷ് അയച്ചു തരാമെന്നും വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സമ്മാനം വാങ്ങണമെന്നും വിവാഹ വാർഷികമായി മൂത്ത മകൻ ഇനി ഒന്നും കൊടുത്തില്ല എന്ന് വേണ്ട എന്ന്. അത് പറഞ്ഞതും വേദ കോൾ കട്ടാക്കി നോക്കുമ്പോൾ കാണുന്നത് ചാക്ക് ചുമക്കുന്ന വിക്രമിനെയാണ്. അത് കണ്ടതും വേദയ്ക്ക് വിഷമവും അതോടൊപ്പം സന്തോഷവും തോന്നി. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ വേദയെയും ശ്രീജയെയും കണ്ട് സംസാരിക്കുന്ന നന്ദിനിയാണ്. അങ്ങനെ സഞ്ചി ചുമക്കുന്ന വിക്രമിനെ കണ്ട് ഓടി വരുന്ന രാധയെയാണ് പിന്നീട് കാണിക്കുന്നത്. രാധ ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന്. എന്നാൽ അതിനൊന്നും മറുപടി പറയാൻ വിക്രമിന് താല്പര്യമുണ്ടായിരുന്നില്ല. രാധയെ വിക്രം ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു. അങ്ങനെ രാധ അവിടെ നിന്നും പോവാണ്. പിന്നീട് കാണിക്കുന്നത് വീട് അലങ്കരിക്കുന്ന വേദയെയും വീട്ടുകാരെയും. അവിടേക്ക് സുധാകരനും കമലയും വരുന്നുണ്ട്. വേദ പറയാണ്, ശ്രീചേട്ടത്തിയും താനും കൂടെ പുറത്തു പോകാൻ നോക്കുന്ന സമയത്ത് നന്ദിനിയിടത്തി കേക്ക് വാങ്ങണമെന്ന് പറഞ്ഞ് ക്യാഷ് തന്നു എന്ന്. തങ്ങൾ അത് വാങ്ങിക്കുകയും ചെയ്തു. ഇത് കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കാണ് നന്ദിനിയും വിനായകനും. അങ്ങനെ സുധാകരനും കമലയും കേക്ക് മുറിക്കാൻ വേണ്ടി നോക്കാണ്. അപ്പോഴാണ് അവിടേക്ക് വിക്രം വരുന്നത്. ഇതോടുകൂടി പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.